നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ സൈനിക നടപടിയാണ് ഗാസയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇത്രയും കാലം നീണ്ട ഒരു സൈനിക നീക്കത്തിന് സേന സജ്ജരായില്ലെന്ന് ഇസ്രായേൽ സൈനിക മേധാവികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ ലെബനൻ സായുധ സംഘമായ ഹെസ്ബുള്ളയുമായി രൂപം കൊള്ളുന്ന നിരന്തര സംഘർഷങ്ങൾ പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെ കരയുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ തങ്ങളുടെ സൈനികരെ മടക്കിയെത്തിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നും സൈനിക നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഹമാസ് ഇസ്രായേൽ പോരാട്ടം വീണ്ടും തുടരുന്നതിനിടയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നുണ്ട്. ഈ പരിക്കേറ്റവരിൽ ചിലർ ഖത്തറിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി. ആ ചികിത്സയ്ക്ക് ഖത്തറിലെത്തിയ ഫലസ്തീനികളെ ഖത്തർ പ്രധാനമന്ത്രി സന്ദർശിച്ചിരിക്കുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റെത്തിയവരെയാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന അൽ ദുമാമ കോംപ്ലക്സിലെത്തിയാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി അവറി എല്ലാവരെയും കണ്ടത്. ഫലസ്തീൻ ജനതയുടെ പോരാട്ട വീര്യത്തെ അദ്ദേഹം പ്രശംസിക്കുകയുണ്ടായി. സ്ഫോടനത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ട ഫലസ്തീനി ബാലൻ ബഹ അബു ഗാദിഫ് ഒരു മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു കാല് നഷ്ടമായിട്ടും മാതാവിനെ ഇസ്രായേൽ സൈനികർ കൊലപ്പെടുത്തിയിട്ടും ഈ കുട്ടിയുടെ പ്രതീക്ഷ നഷ്ടമായിട്ടില്ലെന്നും ഫലസ്തീനികൾ ഹീറോകളാണെന്നും ഞങ്ങൾ അവരെ ബഹുമാനിക്കുന്നുവെന്നും ചികിത്സ ഉൾപ്പെടെ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് 500-ലേറെ ഫലസ്തീനികളാണ്. ഗാസയിൽ ഗുരുതരമായി പരിക്കേറ്റ 1500 പേരുണ്ട് ഇപ്പോൾ ഖത്തറിൽ. അവരുടെ ചികിത്സയും 3000 അനാഥരെയും ഖത്തർ അമീർ ഏറ്റെടുത്തുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 500-ലേറെ പേരടക്കം 2000-ലേറെ പേരെ ഇതിനോടകം ഖത്തറിലെത്തിച്ചു. ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ, സിദ്ര മെഡിസിൻ, ദ വ്യൂ ആശുപത്രി എന്നിവിടങ്ങളാണ് ചികിത്സ നൽകുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ 38,000-ലേറെ പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത്. അതേസമയം ഇസ്രായേലും ടെഹ്റാൻ പിന്തുണയുള്ള ലബനീസ് മിലിഷ്യയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിൽ പശ്ചിമേഷ്യ ആയിരിക്കുകയാണ്. അതിനിടയിൽ മറ്റൊരു റിപ്പോർട്ട് പുറത്തുവരികയാണ്. ഹമാസുകളെ ഒന്നുപോലും ബാക്കി വയ്ക്കാതെ നശിപ്പിച്ചിട്ടേ ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ആവർത്തിക്കുന്നത്. എന്നാൽ ഗാസയിലെ സൈനിക നടപടിയുടെ പേരിൽ ഇസ്രായേൽ സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത ഉടലെടുത്തു കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേൽ സൈനിക നേതൃത്വം ഗാസയിൽ വെടിനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഇരു നേതൃത്വങ്ങളും തമ്മിലുള്ള ഭിന്നത ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഗാസയിൽ വെടിനിർത്തൽ തുടങ്ങാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ ഉന്നത ജനറൽമാർ ആഗ്രഹിക്കുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഗാസയിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ 120ഓളം ഇസ്രായേലികളെ മോചിപ്പിക്കുന്നതിനായുള്ള ഏറ്റവും നല്ല മാർഗം സന്ധിയായിരിക്കുമെന്നാണ് ഈ ജനറൽമാരുടെ നിഗമനം. ഇസ്രായേൽ സൈന്യത്തിൽ നിലവിലുള്ളതും നേരത്തെ ഉണ്ടായിരുന്നവരുമായ 6 സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഇന്റർവ്യൂ കൂടി ഉൾപ്പെടുത്തിയാണ് ന്യൂയോർക്ക് ടൈംസ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് നെതന്യാഹു തള്ളി. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.